ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 61. നമ്മൾ അധ്യായം 12 31 മുതൽ 40 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അതിലെ ദേവത അഗ്നിയാണ്. അപ്പോൾ അഗ്നിയെപ്പറ്റി, ഊർജത്തെ പറ്റിയുള്ള ചില പരാമർശങ്ങളാണ്. ഊർജം എന്ന് പറയുന്നത് എല്ലാതരം ഊർജവും വരും. ഊർജവും ബലങ്ങളും എല്ലാം അഗ്നിയിലാണ് പെടുക. ഊർജ്ജം, മെക്കാനിക്കൽ, കെമിക്കൽ, ഇങ്ങനെ ഈ പറയുന്ന എല്ലാം എല്ലാം ഊർജ്ജം തന്നെയാണ്. തീയും വെളിച്ചം എല്ലാം ഊർജ്ജം തന്നെയാണ്. അപ്പം നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം 31. ഈ ഋഷികളെല്ലാം വിശ്വദേവന്മാരെയെല്ലാം കീർത്തിക്കുന്നു അവരുടെ അറിവിനാണ്. വിശ്വദേവന്മാർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ബ്രഹ്മം പലതായി തീർന്നു. അങ്ങനെയുണ്ടായ എല്ലാ സംഗതികളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. അത് 33 കോടി ഉണ്ട് എന്നെല്ലാം പറയും. അപ്പം അവയെല്ലാം ഋഷികൾ അറിവിനാൽ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഋഷികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ്. അതിൽ ബുദ്ധിയുള്ള ആൾക്കാർ, ശാസ്ത്രജ്ഞന്മാർ എല്ലാ വസ്തുക്കളെയും മനസ്സിലാക്കിയിട്ട് അവയെ സ്തുതിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ പലതും ഉണ്ടാക്കിയിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ഈവൻ വേസ്റ്റ് പോലും നമുക്കറിയാലോ, വേണ്ടാതെ കളയുന്ന പ്ലാസ്റ്റിക് പോലും എടുത്തുകൊണ്ടുപോയിട്ട് ഉരുക്കിയിട്ടാണ് പല കസേരകളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് വേസ്റ്റായിട്ടൊന്നുമില്ല. എല്ലാ വസ്തുക്കളും ദേവതകളാണ്, എല്ലാറ്റിനും ഉപയോഗമുണ്ട്. അതുകൊണ്ട് ഋഷികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എഴുതിയ ആൾക്കാർ, അവരെല്ലാ ജ്ഞാനം കഴിഞ്ഞവരാണ്, ശാസ്ത്രജ്ഞന്മാരാണ്. ശാസ്ത്രജ്ഞന്മാരെ വസ്തുക്കളെല്ലാം ഓരോ വസ്തുവിനെയും പഠിച്ചിട്ട് അവർ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അഗ്നി അറിവിൻ്റെ ഇരിപ്പിടമാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന എന്താണ്? അഗ്നി തന്നെയാണ്. ഇപ്പം പ്ലാസ്റ്റിക്കെല്ലാം കൊണ്ടുപോയ കാലത്ത് തന്നെ അവരെന്താണ് ചെയ്യുന്നത്? അഗ്നി ഉപയോഗിച്ചിട്ട് അതിനെ ഉരുക്കിയിട്ട് വേറെ രൂപത്തിലെല്ലാം മാറ്റുന്നത്. എല്ലാം അഗ്നിയുമാണല്ലോ. അപ്പോൾ അഗ്നി അറിവിൻ്റെ ഇരിപ്പിടമാണ്. അങ്ങനെ എല്ലാ ലോകത്തിനും മംഗളം ഉണ്ടാകട്ടെ. ഈ അഗ്നിയിലൂടെയാണ് നമ്മളെല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് ലോകത്തിൽ മംഗളം ഉണ്ടാക്കുന്നത്. എല്ലാ ലോകത്തിൻ്റെയും ബിംബമായി അഗ്നി ജ്വലിച്ചു നിൽക്കുന്നു. അനശ്വരമായിട്ട്, അനന്തവുമായിട്ട് അഗ്നി ജ്വലിച്ചു നിൽക്കുന്നു. ഏത് ലോകത്തിലും, പണ്ട് ഗോത്ര കാലഘട്ടം മുതൽ ഇന്ന് ഈ ഭാവിയിലും ഊർജത്തിലൂടെ തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഏത് കാലത്തിനും ഊർജമില്ലാതെ ഒന്നുമില്ലേ വെളിച്ചം വേണം, തീ വേണം. അപ്പോൾ എല്ലാ കാലത്തും അത് അനശ്വരം, നശിക്കാത്ത പോലെ അനന്തമായി ലോകമുള്ള കാലത്തോളം ഈ അഗ്നിക്ക് വലിയ വില ഉണ്ട്. ഇനി 32. അഗ്നി മംഗളം നിറഞ്ഞതാണ്. ലോകത്തിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് അഗ്നിയിലൂടെയാണ്, ഊർജത്തിലൂടെയാണ്. അതിന് കളങ്കമില്ല. അത് കളങ്കമില്ലാതെ പ്രകാശിക്കുന്ന എന്താണോ അതാണ് അഗ്നി എന്ന് പറയുകയാണ്. അതിന് കളങ്കമൊന്നും ഇല്ലാത്ത നിലയിൽ പ്രകാശിക്കുകയല്ല, സുന്ദരമായിട്ട് ആ പ്രകാശിക്കുന്നതിനെയാണ് അഗ്നി എന്ന് പറയുന്നത്. അത് അഗ്നി തന്നെയാണ്. പ്രകാശോർജം, പ്രകാശിക്കുന്നത് പ്രകാശോർജം, ചൂടാക്കുന്നത് ഹീറ്റ്. അത് നന്മ നിറഞ്ഞതാണ്. നമുക്കെല്ലാ നന്മകളും തരുന്നു. അതിന് കേട് പറ്റില്ല. അഗ്നിക്ക് കേട് പറ്റില്ല. വെള്ളമെല്ലാം കേടായിപ്പോവും. നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റുക? വൃത്തികേടായിപ്പോയി. കുളിച്ച വെള്ളം എടുക്കാൻ പറ്റുക? കുളിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നല്ല വെള്ളമാണ് കുളിച്ചു കഴിഞ്ഞാൽ. അതുപോലെ അഗ്നി അങ്ങനെയല്ല. എന്തതിൻ്റെ അകത്തിട്ട് വേസ്റ്റ് ഇട്ട് കത്തിച്ചാലും അഗ്നി ശുദ്ധമാണ്. കേടാതെ നിലനിൽക്കുന്നത് അതാണ്. അങ്ങനെയുള്ള അഗ്നിയെ നമുക്ക് നൽകുക. നമുക്ക് അഗ്നി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ.
അത് ആനന്ദം നൽകുന്നതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സംരക്ഷിക്കുക. ആനന്ദം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഗ്നി ഉപയോഗിച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നതും സുഖിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കി തിന്നുന്നതും പ്രകാശം കണ്ടിട്ട് പല വർണ്ണങ്ങൾ കണ്ട് ആനന്ദിക്കുന്നതും എല്ലാം അഗ്നിയാണ്. ഇനി 33, അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ. അപ്പോൾ ഈ ലോകത്തിൻ്റെ നാഥൻ ആരാണെന്ന് ചോദിച്ചാൽ അഗ്നിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത്. E=mc². എനർജിയാണ് ദ്രവ്യമായിട്ട് പ്രപഞ്ചമായിട്ട് മാറിയത്. അവൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ വസ്തു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനത്തിലൂടെയാണ്. പുതിയ വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഊർജ്ജമില്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഇരുമ്പിനെ അടിച്ചു പരത്തിയിട്ട് കൊടുവാളാക്കുന്നു, ഉപയോഗമുള്ള കൊടുവാളാക്കുന്നു. ഏതിൻ്റെ സഹായത്താലാണ്? ജ്ഞാനത്തിൻ്റെ സഹായത്താൽ. അടിച്ച് പരത്തിയാൽ കൊടുവാളായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ജ്ഞാനം. പക്ഷേ അതിന് എന്ത് വേണം? ശക്തി വേണം, ഊർജം വേണം. നീതിയെ നിലനിർത്തുന്നതും അഗ്നി തന്നെയാണ്. നീതി പരിപാലിക്കുന്നതും അഗ്നി തന്നെയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെയാണ് നിയമങ്ങൾ പരിപാലിക്കുന്നത്. നിയമം തെറ്റിക്കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് പിടിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയെല്ലാം ചെയ്യും. അതും ശക്തി തന്നെയാണ്. അപ്പോൾ നീതി നിലനിർത്തുന്നതും അഗ്നി തന്നെയാണ്. അഗ്നി ഉപയോഗിച്ചാണ് ശത്രുക്കളെ നശിപ്പിക്കുന്നത്. ശത്രുക്കളെ നശിപ്പിക്കണമെങ്കിൽ അഗ്നി വേണം. ഒരാൾക്ക് വേണ്ടിക്ക് അടി കൊടുക്കണം. അഗ്നി ഊർജ്ജമാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്, ശക്തിയാണ്. പിന്നെയോ വേറെ ശത്രുക്കളെ ബോംബിട്ടുണ്ടെങ്കിൽ അതും അഗ്നി തന്നെയാണ്. വൃക്ഷങ്ങൾ പരിപാലിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അഗ്നിയാലാണ്. എങ്ങനെയാണ് വൃക്ഷം വളരുന്നത്? സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം ഇല്ലാതെടുത്തൊരു ചെടി നട്ടാലോ വളരില്ല. അപ്പം അഗ്നിയാൽ തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് രാജാവാണ്. രാജാവേ, അതുകൊണ്ട് രാജാവോട് പറയുകയാണ്, അങ്ങും അതുപോലെ ഭരണ വിഷയത്തിൽ വൈദഗ്ധ്യം തെളിയിച്ചാൽ ഒരു രാജാവോട് പറയുകയാണ് അഗ്നിയെപ്പോലെ. കാരണം ഈ ലോകത്തിലെ എല്ലാത്തിൻ്റെയും പിന്നിൽ അഗ്നിയാണുള്ളത്. ആ ഒരു നിലയിലേക്ക് രാജാവും ഊർജ്ജസ്വലനാവുക. അതിനാണ് അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വാക്കാണ് ഊർജ്ജസ്വലത. രാജാവും ഊർജ്ജസ്വലനാകട്ടെ എന്ന് പറയുമ്പോൾ ഏത് പ്രകാരം അഗ്നി പോലെ ഊർജ്ജസ്വലനാകട്ടെ. എന്നിട്ട് ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുക. അപ്പം രാജാവും ഊർജ്ജസ്വലനായി ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ രാജാവിന് നല്ല ഊർജ്ജസ്വലത വേണം. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഭക്ഷണത്തിലുള്ള ഊർജം മനസ്സിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ്. ഇനി 34, ഇവൻ സേനയുടെ നേതാവാണ്. എല്ലാ സേനയും നയിക്കുന്നതാരാണ്? അഗ്നി തന്നെയാണ്. അതായത് നമുക്ക് നടക്കണമെങ്കിലും അഗ്നി വേണം. ആ ഒരു ഈ ശൈലിയെല്ലാം എടുക്കുന്നത് എങ്ങനെയും നമ്മൾ ഈ നട്ടലെല്ലാം ഇങ്ങനെ നിവർത്തി നിൽക്കുന്നത് ഊർജം ഉപയോഗിച്ചാണ്. കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ്, അഗ്നിയിലൂടെയാണ്. അതുകൊണ്ട് എല്ലാ സേനകളുടെയും നേതൃത്വം ആ ഊർജ്ജസ്വലത അഗ്നിയാണ്. അത് ആദിത്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്നു. അഗ്നി സൂര്യനെന്ന് പറയുന്നതും തന്നെ എന്താണ്? ആ ജ്വലിച്ചു നിൽക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അഗ്നിയാണുള്ളത്. സൂര്യൻ തന്നെ അഗ്നിയാലാണ് ജ്വലിച്ചു നിൽക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അഗ്നിയുടെ കാര്യം പറയണം. ആ ജ്വാലയാലാണ് സൈന്യങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. ഏത് സൈന്യവും നല്ല ശക്തിമത്ത. ആ സൈന്യത്തെ പേടിക്കണം. ഭയങ്കരമാണവരാണ് രാജ്യത്തിൻ്റെ സൈന്യം എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഊർജ്ജസ്വലരാണ്. ശരീരത്തിന് ശക്തിയുണ്ട്, മനസ്സിന് ശക്തിയുണ്ട്, ശക്തിയുള്ള ആയുധങ്ങളുണ്ട്, എല്ലാവരുടെ പക്കൽ ഉണ്ട്. പിന്നെയോ അതുകൊണ്ട് വിവേകികളും ജ്ഞാനികളും അവനെ ആരാധിക്കുന്നു. ബുദ്ധിയുള്ളവരും അറിവുള്ളവരും എന്തു ചെയ്യുന്നു? അഗ്നിയെ ആരാധിക്കുന്നു. കാരണം അഗ്നിയെ ആശ്രയിച്ചാലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ
പറ്റുകയുള്ളൂ. കാരണം അവൻ മംഗളം നിറഞ്ഞവനാണ്. അഗ്നി നമുക്കെല്ലാ മംഗളങ്ങളും നേരും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ഉപയോഗിച്ചാൽ. ഇനി 35. അറിവുള്ളവർ കന്യകകളിൽ പ്രസാദിച്ചാൽ. കന്യകകളെ പ്രസാദിക്കണം, അറിവുള്ളവരെ. കാരണം സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം. അവൾ സുന്ദരികളും സുന്ദരികളാണ്. അവരിൽ മഹത്വം കാണാവുന്നതാണ്. സ്ത്രീകളിൽ ഒരു പ്രത്യേക ശക്തി വിശേഷമുണ്ട്. ഒരു കുടുംബത്തെ പരിപാലിക്കുന്നത് മുഴുവൻ സ്ത്രീകളാണ്. അവരിലുള്ള ആ ഊർജ്ജസ്വലതയും അഗ്നിയാൽ തന്നെയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ, അതായത് അഗ്നിയെപ്പോലെ ജ്വലിക്കുമെന്നാണ് തേജസ്സായ. അതേസമയം സുന്ദരികളാണെന്നും പറയുന്നുണ്ട്, അല്ലാതെ പേടിപ്പിക്കുന്ന തരത്തിലല്ല. സ്ത്രീകൾ സുന്ദരികളാണ്. അതുപോലെ തന്നെ നല്ല ഉന്മേഷവതികളായവർ വീട്ടിലുണ്ടെങ്കിൽ ഇവരുടെ ഭവനങ്ങളിൽ പതികളാൽ അവർ സന്തോഷമുള്ളവരാകട്ടെ. അങ്ങനെ സ്ത്രീകൾ അങ്ങനെയാണെങ്കിൽ ഭർത്താക്കന്മാർ ആ കുടുംബം എന്തായിരിക്കും? നല്ല സന്തോഷപൂർണ്ണം ആയിരിക്കും. അങ്ങനെയുള്ള സുന്ദരികൾ നിങ്ങളെ പ്രണമിക്കുന്നു. ആരെ? അഗ്നിയെ പ്രണമിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു വീട്ടിലെ സ്ത്രീകൾ സുന്ദരികളും നല്ല ഊർജ്ജസ്വലരുമാണെങ്കിൽ ആ ഭർത്താക്കന്മാർ പതികളാൽ സന്തോഷിക്കപ്പെടും ആ വീട്. അതെന്തുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെയാകുന്നത്? ഊർജ്ജസ്വലത കൊണ്ടാണ്. ആ ഊർജ്ജസ്വലതയ്ക്ക് തന്നെയാണ് നമ്മിലുള്ള ഊർജമാണ്, അഗ്നിയാണ് നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നത്. അപ്പം സ്ത്രീകളിലുള്ള ശക്തി ഊർജമാണ് സൗന്ദര്യമായിട്ടും ധീരതയായിട്ടും എല്ലാം പ്രകടമാകുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അടിസ്ഥാന വസ്തു മനുഷ്യർ തന്നെ ഊർജ്ജസ്വലത ഉള്ളവരാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് അവരിലുള്ള ഊർജമാണ്. അത് തന്നെയാണ് അഗ്നി. ഇനി 36. വൃക്ഷലതാദികളിലും ജലാശയങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ ശേഷം മഹാത്മാക്കൾ ഗർഭാവസ്ഥയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അഗ്നി എങ്ങനെയാണുള്ളത്? നമ്മൾ വൃക്ഷലതാദികളായാലും ജലാശയങ്ങളിലുള്ള സസ്യങ്ങളെല്ലാമായാലും, സ്ത്രീകൾ പറഞ്ഞു വൃക്ഷലതാദികൾ, ജലാശയങ്ങളിലുള്ള ജീവജാലങ്ങൾ, സസ്യങ്ങൾ എല്ലാം മനുഷ്യർ ജീവജാലങ്ങൾ അലഞ്ഞു തിരിഞ്ഞിട്ട് അവസാനം ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളും കുറേ കാലം ജീവിച്ചിട്ട് മരിച്ചിട്ട് പിന്നെ ആദ്യം വിത്ത്, അതാണ് അതിൻ്റെ ഗർഭത്തിൽ നിന്ന് ഉയർന്നു വരും. ജലാശയങ്ങളിലുള്ളതും അതുപോലെ തന്നെ. നേരത്തെ കുടുംബത്തിലുള്ള സ്ത്രീകളെ പറ്റി പറഞ്ഞു. പൊതുവേ ജീവജാലങ്ങളല്ല, മനുഷ്യരായാലും ചെടികളായാലും ജലത്തിലുള്ള സസ്യങ്ങളായാലും ജീവജാലങ്ങളായാലും ജീവിച്ച് മരിച്ച് പിന്നെയും ജനിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം എന്താണ്? അഗ്നിയാണ്, ഊർജമാണ്. വിത്തെന്ന ഗർഭത്തിലെ ഒരു ചെടി മുളക്കണ്ടെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ മുളക്കും. സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ അത് മുളക്കില്ല. അപ്പം ഊർജം ഉപയോഗിച്ചാണ് അത് മുളക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ പിന്നെയും പിന്നെയും ജനിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെയും ജനിക്കുന്നതിന് പിന്നിൽ ആരുണ്ട്? ഊർജമുണ്ട്, അഗ്നിയുണ്ട്. അതായത് പ്രപഞ്ചത്തിൽ എവിടെയും എന്തെങ്കിലും ഒരു കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അഗ്നിയുണ്ട്. നമുക്കറിയാലോ, ഒരു മുട്ട വിരിയണ്ടിക്ക് എന്ത് വേണം? കുട്ടിയാണ്ടിക്കൽ. മുട്ടക്ക് വരെ പാലും വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് കൊടുത്താൽ മതി? ഒരു പ്രത്യേക ഊർജം കൊടുത്താൽ മതി, ടെമ്പറേച്ചർ കൊടുത്താൽ മതി. ടെമ്പറേച്ചർ മാത്രമേ കൊടുക്കണ്ടൂ, അല്ലാതെ മുട്ടക്കൊണ്ടുപോയി വെള്ളം ഒഴിക്കും. വിത്തിനാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുട്ടക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടന്നിട്ടാണ് അത് ജീവിയായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഏത് ഇപ്പം വിത്തിൻ്റെ അകത്തും വെള്ളയിൽ ഒഴിച്ചു കഴിഞ്ഞാലും അതിലൊരു രാസപ്രവർത്തനത്തിലൂടെയാണ് ചെടി വരുന്നത്. ഒരു മനുഷ്യക്കുട്ടി ജനിക്കുന്നത് ബീജം അണ്ടു ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഊഷ്മാവിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ശക്തി അഗ്നിയാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെയും ജനിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? അഗ്നി ആണ്. ഇനി 37. ഈ ലതകളും വൃക്ഷങ്ങളും എല്ലാം മാറി മാറി പിറക്കുന്നു. ശരിയായ ചൂട് കിട്ടുമ്പോഴാണ് അവിടെയാണ് വള്ളികൾ വളരുന്നത്, വൃക്ഷങ്ങൾ. നമുക്കറിയാം, സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിലാണ് ഓരോ നാട്ടിലും ഓരോ ചെടികൾ ഉണ്ടാകുന്നത്. നേരത്തെ മുട്ടക്കൊരു ചൂട് വേണമെന്ന് പറഞ്ഞ മാതിരി ഗൾഫിലുള്ള ചെടികളല്ല അതേപോലെ ഇവിടെ വളരണമെന്നില്ല. ഇവിടെയുള്ള ചെടികൾ അവിടെ. എന്തുകൊണ്ടാണത്? സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജവും അതിൻ്റെ ദൈർഘ്യമെല്ലാം ആശ്രയിച്ചിട്ടാണ് ഓരോ ജീവജാലങ്ങൾ. അപ്പോൾ കാരണം ആപ്പിളെല്ലാം നല്ല തണുത്ത സ്ഥലത്തെല്ലാം ഉണ്ടാകുന്നത്. ആ സൂര്യൻ്റെ പൊസിഷനാണ്, ഊർജമാണ്. അപ്പോൾ ലതകളിലും വൃക്ഷങ്ങളിലുമെല്ലാം മാറി മാറി പിറക്കുന്നതിന് കാരണം ഈ അഗ്നിയാണ്. സൃഷ്ടിക്കപ്പെടുന്ന എല്ലാവിധ ഐശ്വര്യ വസ്തുക്കളിലും നീ പിറക്കുന്നു. എന്തെല്ലാം ഒരു സൃഷ്ടി നടക്കുമ്പോൾ അവിടെ എന്തുണ്ട്? അഗ്നിയുണ്ട്. അഗ്നി ഉണ്ടെങ്കിലേ അരികെ ചോറാക്കാൻ പറ്റും. ഊർജമുണ്ടെങ്കിൽ നമുക്ക് കരിമ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അവിടെ ഊർജം വേണം. അരി പൊടിക്കണ്ടിക്കൽ ഊർജം വേണം. പൊടിച്ച അരി വെള്ളമായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ കുഴക്കണം. അവിടെ ഊർജം വേണം. തൈര് പുളിക്കണ്ടിക്കൽ പാല് പുളിക്കണ്ടിക്കൽ അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം. ആ രാസപ്രവർത്തനം ഊർജമാണ് നടക്കുന്നത്. എല്ലാ ഊർജത്തിനും ഒരു ടെമ്പറേച്ചറും. ആ ടെമ്പറേച്ചറിലാണത് നടക്കുന്നത്. നീ ജലാശയങ്ങളിലും പിറക്കുന്നു. ജീവജാലങ്ങൾ ജലാശയങ്ങളിൽ പിറക്കുന്നുണ്ട്. അവിടെയും ആക്ട് ചെയ്യുന്നത് എന്താണ്? ജലത്തിൽ അഗ്നിയില്ല എന്ന് വിചാരിക്കരുത്. ജലത്തിൽ ജീവജാലങ്ങൾ പിറക്കുന്നുണ്ട്. അപ്പം അവിടെയും എന്തുണ്ട്? അഗ്നിയുണ്ട്. ജലത്തിലും അഗ്നിയുണ്ട്. അഗ്നിയില്ലാത്ത സ്ഥലം. കാരണം ജലത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നില്ലേ? 0 എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതാണോ? അല്ല. 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞതൊന്നല്ല. അതുകൊണ്ടാണ് -ഡിഗ്രി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ എന്തിനും ഒരു ഊർജമുണ്ട്. ഇനി 38. ജീവാത്മാവ് സൂര്യനെ പോലെ പ്രകാശിക്കും. നമ്മുടെ ജീവാത്മാവും പ്രകാശിക്കുന്നത്, അത് ആക്റ്റീവ് ആകുന്നതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഊർജമുണ്ട്. ജീവാത്മാവ് നമ്മളെ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യിക്കേണ്ടിക്ക് ഊർജം വേണം. അതിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആളിലാവും, സംശയമൊന്നുമില്ല. ആ ചാകുന്നവരെ ജീവിക്കുന്ന എവിടെ നിന്നാണ്? പണ്ട് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന്. അവിടെ ഇവിടെയെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ടാണ് ശരീരം ഉപയോഗിക്കുന്നത്. അപ്പം ജീവാത്മാവും പ്രകാശിക്കുന്നത് ഈ ഊർജം കൊണ്ടാണ്. ശരീരം ഭസ്മമായി തീരുമ്പോൾ നമ്മൾ ഏതിലാണ് പോയി ലയിക്കുന്നത്? അഗ്നിയിലും ഭൂമിയിലും ലയിക്കുന്നു. നമ്മുടെ ശരീരം ഭസ്മമാകുമ്പോൾ കുറേയെല്ലാം ഭൂമിയിൽ പോയി ചേരും, കുറേയെല്ലാം അഗ്നിയിൽ ലയിക്കും. ഇത്രയും വലിയ ശരീരം അഗ്നിയിൽ വെച്ച് കഴിഞ്ഞാൽ അഗ്നി അതിനെ എന്തെല്ലോ ആക്കി മാറ്റും. കുറേ ഭസ്മമായിട്ട് ഭൂമിയിലേക്കും മാറ്റുന്നു. ആരാണ് ചെയ്യുന്നത്?
അഗ്നിയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ജനിപ്പിക്കുന്നതും അഗ്നി തന്നെയാണ്. പിന്നെ ഗർഭപാത്രത്തിൽ വെച്ച് ഇവയെല്ലാം യോജിപ്പിച്ചിട്ട് കുട്ടികളുണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ളതും അഗ്നിയാണ്. മരിച്ചു കഴിഞ്ഞാൽ ദ്രവിപ്പിക്കുന്നതും മണ്ണിലേക്ക് ഭസ്മമാക്കി മാറ്റുന്നതും അഗ്നിയാണ്. അപ്പം നമ്മളെ ജനിപ്പിക്കുന്നതും അഗ്നിയാണ്, മരിച്ചാൽ ഭസ്മമാക്കി ഭൂമിയിലേക്ക് തള്ളുന്നതും അഗ്നിയാണ്. പിന്നെയും പറക്കാനായിട്ട് എവിടെ എത്തുന്നു? മറ്റൊരു മാതൃയോനിയിൽ എത്തുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആ ആത്മാവ് എന്ന് പറയുന്നതും ഒരു ഊർജമാണ്, ഒരു ശക്തി വിശേഷമാണ്. ആ ശക്തി, ഈ ആത്മാവ് എന്നെല്ലാം പറയുന്നതും ഒരു ഊർജമാണ്, ഒരു പ്രത്യേകതരം ഊർജമാണ്. അതാണ് വേറൊരു ഗർഭപാത്രത്തിൽ ജനിക്കുന്നത്. ഇനി 39. വീണ്ടും വീണ്ടും മാതൃയോനിയിലെത്തിയ ശേഷം ജീവാത്മാവ് അമ്മയുടെ ജഠരത്തിൽ ശയിക്കുന്നു. അപ്പം മനുഷ്യർ ഇങ്ങനെ ജനിച്ച് മരിച്ച് പിന്നെയും ജനിച്ച് പിന്നെയും മരിച്ച് ഓരോ യോനിയിലേക്ക് പോയി വരും. അവിടെ നിന്ന് ഇറങ്ങി വരും. പട്ടീൻ്റെ യോനിയിൽ നിന്ന് വരുമ്പോൾ പട്ടിയായിട്ട് വരും. പിന്നെ വണ്ടിക്ക് പൂച്ചേൻ്റെ യോനിയിലേക്ക് വരും. അവൾ പൂച്ചക്കുട്ടിയായിട്ട് വരും. അങ്ങനെ പോയി പോയി മനുഷ്യരിൽ വരും. മനുഷ്യരിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഈ ചക്രം ഇങ്ങനെ പോകുന്ന, അപ്പോൾ വലിയൊരു മാറ്റങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് അതിനെല്ലാം ഊർജം വേണ്ടേ? നമുക്ക് ചോറ് പാകം ചെയ്യാൻ ഊർജം വേണമെങ്കിൽ ഇങ്ങനെ ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ഊർജം ഉണ്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. അത് അഗ്നിയാണ്. ഇനി 40. ഞങ്ങൾക്കുള്ള ആഹാരവും ജീവിതത്തെയും മാതാപിതാക്കൾ നേരത്തെ തന്നെ കരുതി വെക്കട്ടെ. നമുക്ക് വേണ്ട ആഹാരവും ജീവിതവുമെല്ലാം വളരെ നേരത്തെ തന്നെ മാതാപിതാക്കൾ കരുതി വെക്കട്ടെ. അതിന് രണ്ടർത്ഥമുണ്ട്. ഒരു കുട്ടി ജനിച്ചാൽ അത് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അതിനു വേണ്ടിയെല്ലാം കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത്? അമ്മയിൽ നിന്നും മുലപ്പാൽ കിട്ടും. അച്ഛനും അതിൻ്റെതായ പ്രോത്സാഹനം നൽകണം. എങ്ങനെയാണ് അച്ഛൻ പ്രോത്സാഹനം ചെയ്യുക? നമുക്ക് മുലപ്പാൽ കിട്ടണ്ടെങ്കിൽ അച്ഛൻ ജോലിക്ക് പോയിട്ട് വല്ല ഭക്ഷണവും വാങ്ങിയിട്ട് കൊടുക്കണം, നല്ല മുലപ്പാൽ കിട്ടുള്ളൂ. അത് കരുതിയിരിക്കട്ടെ. ഇനി കുട്ടി ജനിക്കുമ്പോഴും കുട്ടിയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിക്ക് വേണ്ടതെല്ലാം എവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്? മാതാവിൻ്റെ രക്തത്തിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് വളരേണ്ട ഭക്ഷണം വേണ്ട, അതെവിടെയാണ്? നമ്മൾ ഫീഡ് ചെയ്യല്ല, അമ്മയുടെ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെ അമ്മേൻ്റെ ശരീരത്തിൽ ശേഖരിച്ചു വെച്ചത്? അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അമ്മക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക? കുട്ടീൻ്റെ അച്ഛൻ ഇവിടെയെല്ലാം പോയിട്ട് ജോലി എടുത്തിട്ട് ഭക്ഷണം എല്ലാം വാങ്ങിയിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഇല്ലേ അവൾ തന്നെ സമ്പാദിച്ചിട്ടുണ്ടാവും. എന്തായാലും അവളതിന് മുമ്പേ തിന്ന് വെച്ചിട്ടുണ്ട്. ഏർക്ക് വേണ്ടിയിട്ട്? ഈ ഗർഭത്തിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട്. കുട്ടി പുറത്ത് വന്നാലും അമ്മയിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട് പാല് രൂപത്തിൽ. അതുകൊണ്ട് അമ്മയും അച്ഛനും കൂടിയിട്ട് എന്ത് ചെയ്യട്ടെ എന്ന് പറയുന്നത്? ഒരു കുട്ടിക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് സംഭരിച്ചിട്ട് ഏത് ഊർജം, അതിനു വേണ്ടിയുള്ള ശക്തിയും ഊർജവും. അപ്പം ചോദിക്കും, ഭക്ഷണമല്ലേ ഊർജം? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഊർജമാണ്. എല്ലാ ദ്രവ്യങ്ങളും ഉണ്ടായിരിക്കുന്നത് ഊർജത്തിൽ നിന്നാണ്. എനർജീനെ ദ്രവ്യമായി മാറ്റാം. ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായിരിക്കുന്നത് ഊർജത്തിൽ നിന്നാണ്, അഗ്നിയിൽ നിന്നാണ്. എൻ്റെ പാപം നിറഞ്ഞ ബന്ധുത്വത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പാപം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. അങ്ങനെയുള്ളൊരു ബന്ധുത്വത്തിലേക്ക് നമ്മളെ കൊണ്ട്
തള്ളിവിടരുത്. അതായത് കുട്ടി ജനിച്ചാലും വളരുമ്പോൾ അത് പാപിയായി പോരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ വളർച്ചക്കുള്ള സാധനങ്ങളൊന്നും കൊടുക്കാനുള്ള കഴിവ് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഇല്ല. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ എൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും വേണം. അതാര് കൊടുക്കണം? അച്ഛനും അമ്മയ്ക്കും അതിനുള്ള കഴിവുണ്ടാകണം. സമൂഹം, ഭരണാധികാരികൾ അതിനുള്ള വ്യവസ്ഥിതി ഉണ്ടാക്കിയിടണം. അല്ലെങ്കിൽ ആ കുട്ടികൾ എന്തായിരിക്കും? പാപികളായിരിക്കും. നമുക്കറിയാലോ, ലോകത്തിലെ ചില രാഷ്ട്രങ്ങളിൽ ദരിദ്രരായ രാഷ്ട്രങ്ങളിൽ അവിടുത്തെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഉണങ്ങിയ മാതിരി ഇരിക്കുന്നു. അത് പാപികളായിട്ടാണ് അവിടെ ജനിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് കഴിവില്ല, ഭരണാധികാരികൾക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിവില്ല. അപ്പോൾ പാപികൾ നിറഞ്ഞ ബന്ധുത്വത്തിലേക്ക് തള്ളിവിടാതെ നമ്മളെ സംരക്ഷിക്കണേ. തിന്മയിൽ നിന്നും പുത്രൻ മാറി നിൽക്കട്ടെ. പുത്രൻ എങ്ങനെ വേണം? നല്ലതായിട്ട് വളരണം. നല്ല നിലയിൽ വളരുവാനുള്ള അവസരങ്ങൾ പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ അഗ്നി ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അഗ്നിയാണെന്ന് മനസ്സിലാക്കുക.